ഞാനിപ്പോൾ ചട്ടീൻ്റെ കടയിലാണ് കേട്ടോ. ഇതേ മുട്ടുന്നില്ല ഉറൂസിൻ്റെ അടുത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കാരണം നിലവിൽ അലൂമിനിയം പാത്രം സ്റ്റീലിൻ്റെ പാത്രം ഒക്കെയാണല്ലോ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിന് അങ്ങോട്ടേക്ക് അത് തന്നെ യൂസ് ചെയ്യും, ഒരിക്കലും ചട്ടി യൂസ് ചെയ്യാം. കാരണം അലൂമിനിയം സ്റ്റീൽ പോലത്തെ പാത്രങ്ങളിൽ ചെറുനാരങ്ങ പുളി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വരുമ്പോൾ രാസപ്രവർത്തനം നടക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ അത് ഉപയോഗിക്കൽ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊരിക്കലും രാസപ്രവർത്തനം നടക്കാൻ ചട്ടിക്ക് മൺചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ സ്റ്റീൽ പാത്രത്തിനെ പോലെയല്ല. സ്റ്റീൽ പാത്രത്തിൽ നമ്മളിപ്പോൾ ഒരു ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ അടിയിലുള്ള ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ടും മുകളിലുള്ള ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടും കിട്ടും. കാരണം ഒരുപോലെ ഒരിക്കലും വേവില്ല. പക്ഷേ ഈ മൺചട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ വേവായിരിക്കും. അതാണ് മൺചട്ടീൻ്റെ നിലവിൽ വിറക് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ വീട്ടിലും ഗ്യാസാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് അപ്ഡേറ്റ് ആയി. കാരണം അപ്ഡേറ്റ് ആയ സാധനം ഞാൻ കാണിച്ചു. ഇതാണ് ഗ്യാസിൽ വെക്കാൻ പറ്റിയ ചട്ടി. ചട്ടിയൊക്കെ അപ്ഡേറ്റ് ആയതുകൊണ്ട് അല്ലേ അമ്മച്ചി? ഗ്യാസിൽ വെക്കാൻ പറ്റുന്നതാണ്. അതെന്തുകൊണ്ട് അത് വെക്കാൻ പറ്റാത്ത എന്താ? അതും വെക്കാം ഇതും വെക്കാം. ഇത് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ഉണ്ടാവും. ഒരു ചട്ടിയെങ്കിലും നിർബന്ധമായിട്ട് വാങ്ങാം, വെക്കുക. ഇപ്പം നിലവിൽ മുട്ടുന്നില മക്കാവ് മുറുസിൻ്റെ അടുത്ത് ചട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര് വന്നാലും നമ്മളെ അമ്മച്ചീൻ്റെ ഒരു ചട്ടി വാങ്ങിയിട്ട് നന്നായി ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിനും കേടില്ല, നല്ലതാണ്. അമ്മച്ചീൻ്റെ സ്ഥലം എവിടെ? നമ്മുടെ വീട് പാലക്കാട്. പാലക്കാട് നിന്നാണ് കാസർഗോഡേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി അമ്മച്ചി വന്നു. മീൻകറിയും കൊടംപുളി ഇട്ട് മീൻകറിയെല്ലാം വെച്ചിട്ട് എന്ത് രസമുണ്ടാ കഴിക്കാൻ വേണ്ടി. വേറെ വേർഷനൊക്കെ ഉണ്ട്, ബിരിയാണി ചെമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അമ്മച്ചീൻ്റെ അടുത്ത് അല്ലേ? ഫഹദ് ഫാസിലിന്റെ ഫിലിമിലൊക്കെ കാണലുണ്ടല്ലോ, സൈക്കോ ടീം ചില വെള്ളം കുടിക്കുന്നത്.